1990-91 കാലഘട്ടത്തിലെ ഗൾഫ് യുദ്ധം. സ്വപ്നങ്ങളുടെ ചിറകേറി അക്കരയ്ക്ക് കടന്ന പ്രിയപ്പെട്ടവരുടെ കഥയാണത്. നേടിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖമാണ്. യുദ്ധവും അതിനുശേഷവുമുള്ള പലായനവുമെല്ലാം നമുക്ക് എപ്പോഴും വേദനയും ദുരിതവും കഷ്ടപ്പാടുമൊക്കെയാണ് സമ്മാനിച്ചതെങ്കിൽ ആ കാലഘട്ടത്തിലും ഉണ്ടായി ഒരുപാട് പേരുടെ കണ്ണീർ ചാലുകൾ. മണലാരണ്യത്തെ വിശ്വസിച്ച് ആ മരിപ്പച്ചയെ സ്വപ്നം കണ്ട് ആ ഭൂമിയിൽ ഉറച്ചു നിന്ന ഒട്ടനവധി ആളുകൾ ആ സമയത്തുണ്ട്. ഈ പ്രതിസന്ധി വരുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ പലായനം ചെയ്യുന്ന ആളുകളുണ്ട്. നിലനിൽപ്പ് നോക്കി ഓടിപ്പോകുന്ന ആളുകളുണ്ട്. എല്ലാം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ഓടുന്ന ആളുകളുണ്ട്. പിന്നെ ചിലപ്പോൾ അവർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയെന്ന് വരികയില്ല. ഓരോരുത്തരുടെയും പ്രശ്നമെന്ന് പറയുന്നത് അവരവരുടെ നിലനിൽപ്പാണ്. ജീവിതത്തിൽ പേമാരി പോലെ വന്ന പ്രതിസന്ധികൾക്ക് മുമ്പിൽ പാറ പോലെ ഉറച്ചു നിന്ന ചില ആളുകളുണ്ട്. അക്കാലത്തെ ദുരിതത്തിൻ്റെ കൈപ്പുനീർ കുടിച്ച് ജീവിതത്തിൻ്റെ മധുരം കണ്ടെത്തിയ ആളുകൾ. തികച്ചും അസാധാരണമായിരുന്നു അവരുടെയൊക്കെ പോരാട്ടം. അവർ കാത്തിരുന്നത് കാലം മാറുവാൻ വേണ്ടിയായിരുന്നില്ല. എന്ത് മാറ്റമാണോ ഉണ്ടാകേണ്ടത്, എന്ത് മാറ്റമാണോ വരുത്തേണ്ടത്, അവർ ആ മാറ്റത്തിന് കാരണമാകുവാൻ തീരുമാനിച്ചു. ആ ഇച്ഛാശക്തി, ഉറച്ച നിശ്ചയം, അത് വിജയിക്കുമെന്ന ആത്മവിശ്വാസം, വിജയിക്കേ മതിയാകൂ എന്നുള്ള ആർത്തി അല്ലെങ്കിൽ വാശി, ആ വിശ്വാസമാണ് അവരെ അന്ന് രക്ഷിച്ചത്. ഗൾഫ് എന്ന സ്വപ്ന ഭൂമിയുടെ പിൽക്കാലത്തെ വളർച്ചയിൽ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ വലിയ പങ്കുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് ആ ഭൂമി പ്രതിസന്ധികളെ കീഴടക്കി തൻ്റെ സ്വപ്ന സാമ്രാജ്യം പടുത്തുയർത്തിയ നാട്യങ്ങളില്ലാത്ത ഒരു നാട്ടികക്കാരൻ മലയാളി. ആരും പ്രത്യേകിച്ച് ഒരിക്കലും മറക്കുവാൻ ഇടയില്ലാത്ത ഒരു വ്യക്തി. പ്രവാസി മലയാളികളുടെ അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും അംബാസിഡറാണ്. ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വിശ്വപൗരനാണ്. അദ്ദേഹമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ എം.എ. യൂസഫ് അലി. അല്ലാഹുവേ, ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തിയതുപോലെ അവരോട് കരുണ കാണിക്കണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ഭാഗം. ഈ പ്രാർത്ഥനയെ ജീവിതത്തിൽ പകർത്തുകയും കൂടെയുള്ളവരിലേക്ക് പകരുകയും ചെയ്ത ഒരു മഹത് വ്യക്തിത്വമുണ്ട്. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ കാതലായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഭാരതീയൻ. നമ്മെ ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്ന മാതാവിനാണ് എന്നും നമ്മുടെ മനസ്സിൽ പ്രഥമസ്ഥാനം നൽകേണ്ടതെന്ന് എന്നും എപ്പോഴും എവിടെയും മന്ത്രം പോലെ ഉരുവിടുന്ന മനുഷ്യസ്നേഹി. വിശേഷണങ്ങൾക്കതീതമായ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത, നാട്യങ്ങളില്ലാത്ത നാട്ടികക്കാരൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ മലയാളിയുടെയും മനം നിറയും. അത്രയ്ക്കുണ്ട് ആത്മബന്ധം. നമ്മുടെയൊക്കെ മനസ്സിനെ ആ പേരുമായി ഒരു കാണാച്ചരട് കൊണ്ട് ദൈവം ബന്ധിപ്പിച്ചിരിക്കുന്നു. പത്മശ്രീ ഡോക്ടർ എം.എ. യൂസഫ് അലി.
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മാനവികതയ്ക്ക് വേണ്ടി, അത് ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി, മനുഷ്യൻ തമ്മിലുള്ള സ്നേഹത്തെ നിലനിർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും പ്രമുഖനാണ്. ഓരോ വ്യക്തിയും പഠിക്കേണ്ടുന്ന പാഠമാണ്. ഒരു ചെറിയ പലചരക്ക് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾ, അദ്ദേഹം ലോകത്തിലെ 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വ്യവസായ സാമ്രാജ്യത്തിൻ്റെ തലവനായി മാറുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത കാര്യമാണ്. പ്രാഥമികമായ വിദ്യാഭ്യാസത്തിന് ശേഷം തൃശ്ശൂരിൽ നിന്നും അഹമ്മദാബാദിലേക്ക് തീവണ്ടി കയറുകയും അവിടെ ബന്ധുക്കളായിരുന്ന ചിലർ നടത്തിയ MK ബ്രദേഴ്സ് എന്ന ജനറൽ സ്റ്റോറിലെ പലചരക്ക് കടയിൽ സഹായിയായി നിൽക്കുകയും പിന്നീട് 18ാമത്തെ വയസ്സിൽ ബോംബെയിൽ നിന്നും ദുംറ എന്ന ചരക്ക് കപ്പലിൽ കടലുകൾ കടന്നുള്ള യാത്ര, പൊള്ളുന്ന പകൽ ചൂടും വിറയ്ക്കുന്ന തണുപ്പും അതിജീവിച്ച് ദിവസങ്ങൾ നീണ്ട യാത്ര. ഇന്നത്തെ പോലെ വിമാനത്തിലല്ല ആളുകൾ അന്ന് യാത്ര ചെയ്യുന്നത്, കപ്പലിലാണ്. ദിവസങ്ങൾ ശേഷമാണ് എത്തേണ്ടുന്ന സ്ഥലത്തെത്തിച്ചേരുന്നത്. 1973 ഡിസംബർ 31 ദുബൈ റാഷിദ് പോർട്ടിൽ അദ്ദേഹം കപ്പലിറങ്ങി. അവിടെ ഒരാൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, പിതൃ സഹോദരനായ MK അബ്ദുള്ള. ഗൾഫിൽ പലവ്യഞ്ജന കച്ചവടം നടത്തുന്ന ആളായിരുന്നു അദ്ദേഹം. കപ്പലിൽ നിറങ്ങി അദ്ദേഹത്തെ കയ്യും പിടിച്ച് മുസ്ലിയാം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലി എന്ന MA യൂസഫ് അലി നടന്നു കയറിയത് ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ്. കച്ചവടത്തിൻ്റെ പുതിയ പാഠങ്ങളാണ് ആ മനസ്സിൽ അന്ന് ഉദിച്ചത്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ ഗൾഫിലെത്തിച്ച് കച്ചവടം നടത്തി കിട്ടുന്ന ലാഭം അത് പങ്കിടുന്നതിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി പലചരക്ക് കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകൾ എന്ന പുത്തൻ ആശയത്തിലേക്ക് വഴിമാറി 1989 ദുബായിൽ തുടങ്ങിയ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് വിജയിച്ചതിനെ തുടർന്ന് അബുദാബിയിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുവാൻ ശ്രമം തുടങ്ങി. അക്കാലത്താണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഗൾഫ് യുദ്ധമെത്തുന്നത്. അതിനെ തുടർന്ന് പലരും അവിടെ നിന്ന് ഓടിപ്പോയെങ്കിലും യൂസഫ് അലി അവിടെ പിടിച്ചു നിന്നു. ആശങ്കയുടെ പുകപടലം നിറഞ്ഞ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് 36. താൻ സ്വരുക്കൂട്ടി വെച്ച മുഴുവൻ തുകയും ഉപയോഗിച്ച് അബുദാബി എയർപോർട്ട് റോഡിൽ ഒരു സൂപ്പർ മാർക്കറ്റ് അദ്ദേഹം ആരംഭിച്ചു. യുദ്ധത്തിൻ്റെ കരിപുരണ്ട അന്തരീക്ഷത്തിൽ കാർമേഘങ്ങളെ നീക്കി വെളിച്ചം കണ്ടെത്തുവാനുള്ള ഒരു യുവാവിൻ്റെ ശ്രമം, അത് UAE ഭരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ആ വിളി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആയിരക്കണക്കിന് മലയാളികളുടെ ചരിത്രം തന്നെ അത് മാറ്റി എഴുതി. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിൻ്റെ കൊട്ടാരത്തിൽ നിന്നും വെളിവന്നപ്പോൾ ആദ്യം അദ്ദേഹം പകച്ചു. പ്രവാസികളെല്ലാം നാടുവിടുമ്പോൾ ഇവിടെ ഒരാൾ എന്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു? ഇതായിരുന്നു ഷെയ്ഖ് സായിദ് അറിയേണ്ടിയിരുന്നത്. അദ്ദേഹത്തിനോട് യൂസഫ് അലി പറഞ്ഞ മറുപടി ഇതാണ്: ലോകത്തിലെ ഏറ്റവും ദാനശീലനായ അങ്ങ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഇരിക്കുന്നതിനാൽ ദാനശീലരെ അല്ലാഹു ബുദ്ധിമുട്ടിക്കത്തില്ല എന്നതിനാലും ഈ രാജ്യത്തിന് അപകടമൊന്നും വരില്ല. ഇതിനപ്പുറം എന്ത് വാക്കുകളാണ് ഒരു ഭരണാധികാരിക്ക് കേൾക്കുവാൻ കഴിയേണ്ടത്? ഒരു രാജ്യത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു യുവാവിൻ്റെ ശബ്ദം തനിക്ക് ജീവിതം നൽകിയ നാടിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പിക്കുന്ന വാക്കുകൾ. കയ്യിലുള്ളതെല്ലാം എടുത്താണ് ആ പുറപ്പാട്. രാജ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എല്ലാം തകരും. എന്തു വന്നാലും അത് ദൈവനിശ്ചയമെന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസിയുടെ മനസ്സിൽ പക്ഷേ ആശങ്കകളുണ്ടായില്ല. സംഭവിച്ചത് അപകടമല്ല,
അനുഗ്രഹങ്ങളായിരുന്നു. സാധനങ്ങൾ ചൂടപ്പം പോലെ വിറ്റുപോയി. സംഭരണ സ്ഥലവും കോൾഡ് സ്റ്റോറേജും യൂസഫ് അലിയുടെ മാർക്കറ്റിലുണ്ടായിരുന്നു. യുദ്ധം യൂസഫ് അലിക്ക് മുമ്പിൽ തുറന്നത് വലിയ അവസരങ്ങളുടെ വാതിലുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത് വലിയ പാഠമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒക്കെ നമ്മളെല്ലാവരും നിരന്തരമായ യുദ്ധത്തിലാണ്. നമ്മൾ ജീവിതത്തോട് തന്നെ കലഹിക്കുകയാണ്. ആ കലഹങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഓരോരുത്തരും വിജയികളായി മാറും. വിജയി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ്. ഗൾഫിലെ യുദ്ധം തുടരുമ്പോഴും അബുദാബിയിലെ ബിസിനസ്സിനോട് പ്രതിബദ്ധത കാണിച്ച യൂസഫ് അലിക്ക് അബുദാബിയിൽ മാൾ നിർമ്മിക്കുവാനുള്ള ഭൂമി രാജകുടുംബം ആ സമയത്ത് ഉപാധികളോടെ വിട്ടു നൽകി. നിരവധി പദ്ധതികൾക്ക് പിന്നീട് ആ കുടുംബം പിന്തുണ നൽകുകയുണ്ടായി. ഇഴമുറിയാത്ത ഒരാത്മബന്ധത്തിൻ്റെ തുടക്കം അന്ന് ഉണ്ടാവുകയും അത് പിന്നീടുള്ള കാലത്ത് ഏറ്റവും അനുസ്യൂതമായി തുടരുകയും ചെയ്യും. ഒരു വ്യവസായിയുടെ ബിസിനസ്സിൻ്റെ ആരും കൊതിക്കുന്ന വിജയഗാഥ മാത്രമല്ല ശ്രീ എം.എ. യൂസഫ് അലിയുടേത്. അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നാടിൻ്റെ നന്മ കൊതിക്കുന്ന നാട്ടികക്കാരൻ്റെ ആ കർമ്മത്തിലെ വലിയ മനസ്സുകൂടിയാണ്. ഇന്നലെയും ഞാനൊരു വലിയ വ്യവസായിയെ കാണുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേരളത്തിൽ എനിക്ക് വ്യവസായങ്ങൾ തുടങ്ങുവാൻ പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് കേരളത്തിൽ ഒരുപാട് വ്യവസായങ്ങൾ വിജയിച്ചിരിക്കുന്നല്ലോ എന്ന്. അപ്പം പല ആളുകളും ഇന്നും നമ്മുടെ ഈ കേരളത്തിലേക്ക് വരുവാൻ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണോ പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ മടയിൽ പോയി അതിനെ തരണം ചെയ്യുവാൻ കാണിക്കുന്ന ദിഷണാശാലിത്വമാണ് അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ മഹാനായി മാറ്റുന്നത്. ശ്രീ എം.എ. യൂസഫ് അലി ഒരു ചെറിയ പലചരക്ക് കടക്കാരിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കും പിന്നീട് ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും മോളുകളിലേക്കും വിവിധങ്ങളായ ആഡംബര സംവിധാനങ്ങളിലേക്കുമൊക്കെ ലോകത്തിൻ്റെ വിപണിയുടെ കൂടെ തൻ്റെ ഇടപെടലുകൾ സഞ്ചരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവനക്കാരുമായിട്ടുള്ള ബന്ധം നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ഓരോരോ കർമ്മരംഗങ്ങളുടെ ചുമതലക്കാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ വിന്യസിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഞാൻ ഈയിടെ യൂട്യൂബിലൊരു വീഡിയോ കാണുകയുണ്ടായി. ശ്രീ എം.എ. യൂസഫ് അലി അദ്ദേഹത്തിൻ്റെ ഒരു പഴയ മാൾ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ 35-40 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തെ ആ സമയത്ത് ആളുകളുടെ മുമ്പിൽ വെച്ച് ശ്രീ എം.എ. യൂസഫ് അലി ചേർത്ത് പിടിച്ചു. നിറകണ്ണോടുകൂടിയാണ് ആ മനുഷ്യൻ പ്രതിഭജിച്ചത്. ഇദ്ദേഹം എൻ്റെ ദൈവമാണ് എന്ന് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഞാൻ എം.എ. യൂസഫ് അലി സാറിൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് 30 വർഷം തികയുന്ന ഒരു വർഷമാണ്. അന്ന് മുതൽ, അതായത് എല്ലാവർക്കും അറിയാം, നമ്മൾ ഗൾഫിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു ജോലിയായിട്ടല്ല ചെല്ലുന്നത്. ഞാനൊരു അക്കൗണ്ടൻ്റായിട്ടാണ് എൻ്റെ ജീവിതം ഈ കമ്പനിയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ പടിപടിയായിട്ട് സാറ് വളരുന്നതിനനുസരിച്ച് ഞങ്ങളെല്ലാവരെയും ഒരു കുടക്കീഴിൽ കൂടെ കൊണ്ടുപോയി വളർത്തി വലുതാക്കി കൊണ്ടുവന്നൊരു വലിയ പ്രസ്ഥാനമാണിത്. അപ്പോൾ സാറിനോട് ഒരു 5-10 വർഷം മുന്നേ ഒരാൾ ചോദിച്ചു, സാറിൻ്റെ കൂടെ ഈ ജോലി ചെയ്യുന്നവരെ എങ്ങനെയാണ് സാർ ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ചെറിയ വാക്കാണ്, ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ നോക്കും, അവരെ എന്നെയും എൻ്റെ കമ്പനിയെയും അവർ നോക്കിക്കൊള്ളും. അത് സത്യത്തിൽ വലിയൊരു വാക്കാണ്. സാറ് ഞങ്ങളെ നോക്കുന്നത് പോലെ ഞങ്ങൾ സാറിനെയും സാറിൻ്റെ പ്രസ്ഥാനത്തെയും നോക്കും
എന്ന് പറഞ്ഞ ഒരു വലിയ മനസ്സ്, അതായിരിക്കാം ഞാനിപ്പോഴും 30 വർഷം ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് സാറാണ് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, എൻ്റെ മകൻ എന്ത് ചെയ്യണം, എൻ്റെ മകൾ എന്ത് ചെയ്യണം, എനിക്ക് എന്ത് വേണം എന്നുള്ളത്. ഞാൻ ഏറ്റവും ചെറിയ സ്റ്റാഫാണ്. ഞങ്ങൾ 67,000 പേര് ജോലി ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ. അപ്പോൾ ഈ 67,000 പേരിൽ ഒരു 50,000 പേരെങ്കിലും ഒരു 15-20 വർഷമായ ആൾക്കാരാണ്. ആ ആൾക്കാർ സാറിൻ്റെ കൂടെ അത്ര സ്നേഹമായി കൂടെ നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സാറ് പറഞ്ഞത് തന്നെയാണ്. അതൊരാൾ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദനിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ഒരുപോലെ പറയുന്ന വാക്കാണ്. ഒരു ജനതയുടെ പ്രീതി തേടിയെത്തിയ വലിയ മഹത്വം. ഒരു മാനേജ്മെൻറ്റിലും അദ്ദേഹം പഠിക്കുവാനായിട്ട് പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങൾ ആ ജീവിതത്തിൽ ഉടനീളമുണ്ട്. കാരുണ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും വിലപ്പെട്ട മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ആ മൂല്യങ്ങളാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ആത്യന്തികമായ അടിത്തറ എന്ന് വിശ്വസിച്ചു പോരുന്ന ലോക രാജ്യങ്ങളിലെ വ്യവസായ പ്രമുഖനെന്നും, അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായ രാജ്യം നൽകുന്ന ആദരവുകൾ പത്മശ്രീ ഉൾപ്പെടെ ഏറ്റുവാങ്ങുവാൻ സർവാത്മന യോഗ്യനാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുവാൻ സാധിക്കും. ശതകോടീശ്വരന്മാരെ എക്കാലത്തും ലോകത്ത് ബോധ്യപ്പെടുത്തുന്ന ഫോർബ്സ് എന്ന ലോക സമ്പന്നരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന മാസികയിൽ നിരന്തരമായി ഇടം പിടിക്കുവാൻ സാധിക്കുമ്പോഴും ശ്രീ യൂസഫ് അലി വിശ്വസിക്കുന്നത് സാധാരണക്കാരായ, അവശത അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, കണ്ണീരുള്ള ആളുകളുടെ മനസ്സിൽ കയ്യൊപ്പ് ചാർത്തുവാനായിട്ടാണ്. എന്ത് ചെയ്യുമ്പോഴും ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കുക. ആ വ്യതിരിക്തതയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. 2006 ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ പർണശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയമായിരുന്നു. അതിൻ്റെ ഈ തുടക്കം, അതിൻ്റെ ആലോചനകളൊക്കെ നടക്കുന്ന സമയമായിരുന്നു. പിന്നീടുള്ള കാലങ്ങളിൽ ഈ ആശ്രമത്തിൽ അദ്ദേഹം കാലുകുത്തുന്നത് വരെ അദ്ദേഹവുമായിട്ട് ആ തരത്തിലുള്ള സ്നേഹ സൗഹൃദങ്ങൾ തുടരുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഡൽഹി ആശ്രമത്തിൻ്റെ ഉദ്ഘാടനത്തിനായി അദ്ദേഹം വരാമെന്ന് സമ്മതിക്കുകയും അവിടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതിന് ശേഷം സ്വന്തമായി വിമാനം വരെ ചാർട്ട് ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരാൻ സാധിച്ചു. ആ പരിപാടിയിലേക്ക് ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ രാജ്യത്തിൻ്റെ 2ാമത്തെ പൗരൻ, ഉപരാഷ്ട്രപതി, അദ്ദേഹത്തെ ആ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡോക്ടർ എം എ യൂസഫ് അലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തോടുള്ള ആ സ്നേഹം, അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ഇവിടെ ലാൻഡ് ചെയ്തത്. അവിടെ നിന്ന് നമ്മുടെ ഈ പരിപാടിയുടെ സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അങ്ങയ്ക്ക് എന്താണ് വേണ്ടത്? എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഞാൻ പറഞ്ഞു, അങ്ങയുടെ സ്നേഹം മാത്രം മതി. ആ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ആത്മവിശ്വാസം. നവീനമായ ഒരാശയത്തെയാണ് കരുണാകര ഗുരു ലോകത്തിന് നൽകിയത്. അത് ജാതി, മത, വർണ്ണ, വർഗങ്ങൾക്കതീതമായും സാമ്പത്തികമായ നിലവാരങ്ങൾക്കും അതീതമാണ്. രാജ്യത്തിൻ്റെ മതേതര രംഗത്ത് നിസ്തൂലമായ പ്രവർത്തനങ്ങളാണ് ശാന്തിഗിരി ആശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് ശാന്തിഗിരി നൽകുന്ന സംഭാവനകൾ അനന്യമാണ്. ആയതുകൊണ്ട് ഈ ആശ്രമത്തിന് എന്നാൽ കഴിയുന്ന സഹായം, സ്വാമിജി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എന്ത് സ്വാമിജി ആവശ്യപ്പെട്ടാലും ഞാൻ അദ്ദേഹത്തിന് അത് നിവർത്തിച്ചു കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. വീണ്ടും ഞാനൊരു കാര്യം പറഞ്ഞു, ഏതെങ്കിലും സമയത്ത് അത്ര വലിയൊരു ആവശ്യം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി വന്നാൽ ഞാൻ ആദ്യം സമീപിക്കുന്നത് അങ്ങയായിരിക്കും.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലുലു ഗ്രൂപ്പിൻ്റെ വാതിലുകൾ എപ്പോഴും ഈ ആശ്രമത്തിനായി, ഗുരുവിനായി തുറന്നിട്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരാത്മവിശ്വാസം തരുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മളെല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ്, എല്ലാവരും പ്രവർത്തിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. കരുണാകര ഗുരുവിനെ കണ്ട് ആശീർവാദം വാങ്ങാനും അദ്ദേഹത്തിൻ്റെ അഗാധമായ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് സ്വല്പം അറിവ് നേടാനും വേണ്ടി വരുമ്പോൾ അദ്ദേഹം ഒരു മരച്ചീനിയുടെ കഷ്ണം കൊടുക്കുകയാണ്. മരച്ചീനി, നമ്മുടെ കിഴങ്ങിൻ്റെ കഷ്ണമെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാതെ ഗുരു, അത് കരുണയാണ്. ആ മരച്ചീനിയുടെ ഒരു കഷ്ണം കൊടുക്കാതെ വിടുകയില്ല. ശാന്തിഗിരിയിലെ അന്നദാനം ആരംഭിക്കുന്നത് 1962 ഈ ആശ്രമത്തിൻ്റെ തുടക്കകാലം ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ ഉണ്ടായിരുന്നപ്പോഴും, അത് കഴിഞ്ഞ് ശിവഗിരിയിൽ ആയിരുന്നപ്പോഴും, പിന്നീട് ശിവഗിരിയിൽ നിന്ന് മാറി അടുത്ത കുന്നായ ശാന്തിഗിരിയിൽ ഇരിക്കുമ്പോഴും, ഇവിടെ വന്ന് ഈ ആശ്രമം ഓലക്കുടിൽ തുടങ്ങുമ്പോഴും ഇവിടെ വരുന്ന ആരോടും ഗുരു ആദ്യം ചോദിച്ചിരുന്ന വാക്ക്, ഇന്ന് ഗുരുസ്ഥാനിയെ ചോദിക്കുന്ന വാക്ക്, നിങ്ങൾ എന്തെങ്കിലും ആഹാരം കഴിച്ചോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചോ എന്നാണ്. നമുക്കറിയാം, ഈ കേരളം 1 കിലോ അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരാളെ തല്ലിക്കൊന്നിട്ട് പതിറ്റാണ്ടുകളൊന്നും ആയില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് വിശപ്പാണ്. ആ വിശപ്പിനെ അടക്കുവാൻ സാധിക്കുക, ആ വിശപ്പിനെ പരിഹരിക്കുവാൻ സാധിക്കും. അതാണ് മറ്റൊരാളുടെ ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കും. ഗുരു ഭക്ഷണത്തിലുള്ള വക കണ്ടെത്തിയത് ഈ ആശ്രമത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നായി വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന പിടിയരികൾ ശേഖരിച്ചുകൊണ്ടാണ്. ഈ പ്രദേശത്ത് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഗുരുവിനായിട്ട് സമർപ്പിക്കുമ്പോൾ, ഈ ആശ്രമത്തിൻ്റെ ചെറിയ 10-30 സെൻറ്റിൽ ഈ ആശ്രമവും താമസവും പൂജയും ആരാധനയും ഇവിടെയുള്ള വളരെ കുറച്ച് ആളുകളുടെ ജീവിതവും എല്ലാം ഇങ്ങനെ പുലരുമ്പോൾ, ഇവിടെ ഈ സ്ഥലത്ത് നടുന്ന കപ്പയും വാഴയും ഒക്കെ, ചക്കയും അതൊക്കെ എടുത്ത് കൂട്ടി അന്നിവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും കൂടി പങ്കിട്ടു കൊടുക്കുന്ന അന്നദാനത്തിൻ്റെ ചരിത്രം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഇതിഹാസമാണ്. അന്നദാനത്തിൽ ശാന്തിഗിരി മാതൃക എന്ന് മറ്റുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അതിനെ ബീജാപാപം ചെയ്തത് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവാണ്, ശാന്തിഗിരിയാണ്. കഷ്ടപ്പാടിൻ്റെ കാലത്തും ഇവിടുത്തെ ചിലവുകൾ നിർവഹിക്കുവാൻ കഴിയാതിരുന്ന കാലത്തും സ്നേഹനിധിയായ ഗുരു സുമനസ്സുകളായ ആളുകളുടെ സമർപ്പണത്തിൻ്റെ നിറവിൽ നിന്നും ഒരു തുള്ളിയെടുത്ത് അത് മറ്റുള്ളവർക്കായി സ്നേഹത്തോടെ പകരുന്ന കാഴ്ചയാണ് ശാന്തിഗിരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാജ്യത്തുടനീളമുള്ള ആശ്രമത്തിൻ്റെ 30ഓളം ബ്രാഞ്ചുകളിൽ നിരന്തരമായി ഈ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശാന്തിഗിരിയുമായിട്ടുള്ള യൂസഫ് അലി സാറിൻ്റെ ബന്ധം ഞാൻ സാറിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ സ്വാമിജിയുമായി പല സന്ദർഭങ്ങളിലും ഇരിക്കാനും സ്വാമിജിയുടെ പ്രസംഗങ്ങൾ കേൾക്കാനും ഒരവസരം കിട്ടിയ ആളാണ്. ഈ റംദാൻ മാസത്തിൽ ഏറ്റവും വളരെ വിലപ്പെട്ടതെന്ന് പറയുന്നത് ആഹാരം, അന്നദാനം തന്നെയാണ്. അപ്പോൾ സ്വാമിജി ഇവിടെ എല്ലാ ദിവസവും അന്നദാനം നടത്തുന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞു, ഈ വർഷം നമുക്ക് കുറച്ചുകൂടെ സ്വാമിജിക്ക് ഒരു സഹായം കൊടുക്കണം എന്ന് പറഞ്ഞത് പ്രകാരം ഇപ്രാവശ്യം ഞങ്ങൾ 25 ലക്ഷം രൂപ സ്വാമിജിക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധിയാണ്
റംസാൻ്റെ ഏറ്റവും വലിയ വിശുദ്ധി എന്ന് പറയുന്നത്. ലോകത്തിലെ ആളുകളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ആഹ്വാനം നടത്തിയ മഹാഗുരുവായ മഹാപ്രവാചകനായ പ്രൊഫറ്റ് മുഹമ്മദ് നബി തിരുമേനി ആ ശാദ്വരമായ ഓർമ്മകൾ സ്നേഹമായി സുഗന്ധമായി ഈ ആശ്രമത്തിലേക്ക് പരക്കുന്നു എന്നുള്ളതാണ് യൂസഫ് അലി എന്ന സ്നേഹനന്ദനൻ അദ്ദേഹത്തിൻ്റെ പരിണിതപ്രജ്ഞരായ ആളുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടത്തുന്ന ഈ ഏറ്റവും വലിയ കാര്യം. റംസാൻ്റെ പുണ്യം പകരുന്ന ദിനങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ലുലു ഗ്രൂപ്പിൻ്റെ ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹ പരമ്പരകൾക്ക് മുമ്പിൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആദരം അറിയിക്കുന്നു. ലുലു ഗ്രൂപ്പിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും ഉത്തരോത്തരം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.